നമസ്കാരം. നമ്മുടെ ചാനലുകൾ വേണ്ടതുപോലെ ആഘോഷിക്കാത്ത ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. നമ്മുടെ സൈബർ പോലീസ് സംസ്ഥാന വ്യാപകമായി സൈബർ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ഒരു റെയ്ഡ് നടത്തി. ഈ റെയ്ഡിന് അവർ പേരിട്ടത് ഓപ്പറേഷൻ സൈഹണ്ട് എന്നാണ്. ഈ ഓപ്പറേഷൻ സൈഹണ്ടിൽ പൊളിച്ചത് 300 കോടിയുടെ തട്ടിപ്പാണ്. 14 ജില്ലകളിലായി 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 263 പേരെ അറസ്റ്റ് ചെയ്തു. 125 പേരെ നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചു. സംശയാസ്പദമായി ചെക്ക് ഉപയോഗിച്ച 2683 പേരുടെയും ATM വിഡ്രോ ചെയ്ത 361 പേരുടെയും വിശദാംശങ്ങൾ എടുത്തുകൊണ്ട് സൈബർ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇത്രയും വലിയൊരു സൈബർ തട്ടിപ്പ് സംഘത്തെ പൊളിച്ചെടുക്കാൻ കാരണമായത്. നമ്മുടെ ചുറ്റിനും എത്രമാത്രം സൈബർ തട്ടിപ്പുകൾ നടക്കുന്നു, എത്രയധികം മനുഷ്യർക്ക് ജീവിത സമ്പാദ്യം നഷ്ടപ്പെടുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുകളില്ല. കേരളത്തിൽ എല്ലാ തരത്തിലുള്ള പിടിച്ചുപറിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്ഷേപ തട്ടിപ്പുകാരെ തട്ടിയിട്ട് മുന്നോട്ട് പോകാൻ നിവർത്തിയില്ല. അതിനിടയിലാണ് സൈബർ തട്ടിപ്പുകാരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെയും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ എലൻ മസ്കിൻ്റെയും ഒക്കെ പേരിലാണ് സൈബർ തട്ടിപ്പുകാർ രംഗത്തുള്ളതെന്ന് ഓർക്കണം. ഇത്തരം തട്ടിപ്പ് വീഡിയോകൾ ഫേസ്ബുക്കിനും മറ്റും റിപ്പോർട്ട് ചെയ്താൽ അത് പൂട്ടിപ്പോയാലും പിറ്റേ ദിവസം മറ്റൊരു വീഡിയോയുമായി ഇറങ്ങും. ഇത്തരം തട്ടിപ്പിനിരയാകുന്ന അനേകം മനുഷ്യരുടെ കഥകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് കരുതി ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരു മൂവാറ്റുപുഴക്കാരൻ്റെ കഥ. അത് കേട്ടിട്ട് ഒരു ബാങ്കിൻ്റെ മാനേജരായ യുവതി എനിക്കൊരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉൾപ്പെട്ടതാണ്. 2006-2007 കാലഘട്ടത്തിൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് അവർക്കുണ്ടായ ഒരു അനുഭവം, അവരെങ്ങനെ അത് തിരിച്ചറിഞ്ഞു എന്ന് ആദ്യ സംഭവത്തിൽ പറയുമ്പോൾ, രണ്ടാമത് അവരുടെ ബാങ്കിലേക്ക് എത്തിയ ഒരു സമ്പന്നനായ ഒരു ഇടപാടുകാരൻ്റെ കഥയാണ് പറയുന്നത്. ബാങ്കിൻ്റെ സുരക്ഷാ നിയമങ്ങൾ കണക്കിലെടുത്ത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വ്യക്തിപരമായി എന്നെ അറിയിച്ച ഈ അനുഭവം ഈ നാട്ടുകാർ മുഴുവൻ കേൾക്കേണ്ടതാണ്. എങ്ങനെയൊക്കെ തട്ടിപ്പിനിരയാവാം, ആരൊക്കെ തട്ടിപ്പിനിരയാകുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുന്നു ഈ ശബ്ദ സന്ദേശം. സാറേ, ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കഥകൾ എനിക്ക് പറയാനുണ്ട്. സാർ, ഒരു കഥ നടക്കുന്നത് ഏതാണ്ട് 2007, 2006, 2007 ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് 2007 അതിനു മുമ്പാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാലും ഈ ഒരു അന്ന് എനിക്കൊരു ഇമെയിൽ വന്നു. ടൊയോട്ടയുടെ ഒരു എംബ്ലോക്ക് വെച്ചിട്ട് ടൊയോട്ടയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ നിന്ന് ഒരു രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി അതുപോലത്തെ തന്നെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു മെയിൽ വന്നു. ഇങ്ങനെ നിങ്ങൾ ഓൺലൈൻ ലോട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു, അതിന് എത്രയോ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൊയോട്ടയുടെ ലേറ്റസ്റ്റ് മോഡൽ ഒരു കാറ്, പിന്നെ അവിടെ ടൊയോട്ടയുടെ ജപ്പാനിലെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, ഇതെല്ലാം ഉണ്ട്. കൺഗ്രാജുലേഷൻസ്, നിങ്ങളെ കൊറിയർ കമ്പനിയിൽ നിന്നും കോണ്ടാക്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പം എനിക്ക് അടുത്തത് ഒരു കൊറിയർ. അപ്പം ഞാൻ വിശ്വസിച്ചു, കാരണം അന്ന് ഇങ്ങനത്തെ സ്കാം ഉണ്ടെന്നൊന്നും അറിയില്ല. ഓൺലൈൻ എന്തോ ലോട്ടറി ഇട്ട് കിട്ടിയെന്നാണ് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇമെയിൽ ഐ ഡീസിന് ലോട്ടറി ഇട്ട് കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര സന്തോഷമായി. ഭയങ്കര സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കോടിപതിയായി. അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ഒരു കൊറിയറിൽ നിന്നൊരു മെസ്സേജ് വന്നു. ഇങ്ങനെ മെയിലാണ് വരുന്നത്, ഇങ്ങനെ ഇന്ന കമ്പനി ടൊയോട്ടയിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു പാഴ്സല് ഷിപ്പ് ചെയ്യാനായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഷിപ്പിംഗ് ചാർജായിട്ട് ഒരു $848 അയച്ചു കൊടുക്കണം. ഇന്ന ഇതിലോട്ട് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിൻ്റെ ഒരു ചെല്ലാനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തു. അപ്പം ഞാൻ നോക്കുമ്പം ചെല്ലാനുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ഫില്ല് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഒരു സൈറ്റ് വഴി പേയ്മെൻറ്റ് പോകുന്നത്. അപ്പോഴേ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല, കാരണം എനിക്ക് അന്ന് അങ്ങനെ യാതൊരു സംശയവും തോന്നിയില്ല. ജെന്വിൻ ഒരു ട്രാൻസാക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, പൈസ കൊടുക്കണതിലും നല്ലത് നമ്മൾ ബാങ്കറല്ലേ. അപ്പം ഇത് UK-യിൽ ഡോളറല്ല കേട്ടോ, പൗണ്ടിലാണ് വരുന്നത്. അപ്പം UK-യിൽ നിന്നാണ്. അപ്പം UK-യിലാണെങ്കിൽ നമ്മുടെ SBI ഉണ്ട് താനും. ഞാൻ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു, ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈ ബാങ്കിൽ നിന്ന് ആ ബാങ്ക് തരും നിങ്ങൾക്ക്,
ആ ബാങ്കിനെ സമീപിച്ചാൽ മതി. ഞാൻ അതിന് വേണ്ട ട്രാൻസാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻസും എല്ലാം ആയിട്ട്, ഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഡോക്യുമെൻസും എല്ലാം ആയിട്ട് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിച്ചാൽ ഞാൻ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഒരു ഗ്യാരണ്ടി, ബാങ്ക് ഗ്യാരണ്ടി പോലെ തരാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പം അതിലൊരു ബാങ്ക് ഗ്യാരണ്ടി അല്ലേ, അപ്പോൾ അതിലൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ യു വിൽ ബി ഓൺ ഡെലിവറി ഓഫ് ദി ഇത് ഐറ്റംസ് യു വിൽ റിസീവ് യുവർ പേയ്മെൻറ്റ് ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചു, ഒരു മെയിൽ അയച്ചു തിരിച്ച്. അതിനുശേഷം അവർ യാതൊരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നോടെ അയച്ചു, എന്തെങ്കിലും ഇതിൻ്റെ ഫർദർ ഇതുണ്ട്, പ്രോഗ്രസ് എന്താണെന്ന് ചോദിച്ചു. പക്ഷെ അതിനും ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ ഇങ്ങനെ എവിടുന്നൊക്കെയോ ഇങ്ങനെ ഒന്ന് രണ്ട് ഇതിൽ കേട്ട് വന്നു, ഏതോ ഡോക്ടേഴ്സിനോ അങ്ങനെ കുറച്ച് പേർക്ക് ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് വഴി പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഓരോ ന്യൂസുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയോ, ഇതും അതുപോലെ ഒരെണ്ണമായിരുന്നു. അപ്പം നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കി അന്ന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പൈസ പോയി കിട്ടിയേനെ. അപ്പം ശരിക്കും അത് വിശ്വസനീയമായ രീതിയിലാണ് അവരുടെ ആ ഒരു പ്രോസസ്സ് വരുന്നത്. എന്തായാലും അന്ന് ഞാൻ രക്ഷപ്പെട്ട കാര്യം. പിന്നീട് ഇതുപോലെയുള്ളത് കാണുമ്പം എല്ലാവരുടെ അടുത്തും നമുക്കറിയാവുന്ന ആളുകളുടെയൊക്കെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആരും ഇതിനെ റെസ്പോണ്ട് ചെയ്യരുത് എന്നുള്ള രീതിക്ക് ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും അത് കൊണ്ടുവരുന്നതിനെ പറ്റി നമുക്ക് അന്നൊന്നും അങ്ങനെ അറിവൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കഥ. അടുത്തൊരു കഥ എന്ന് പറഞ്ഞാൽ ഞാൻ 2017-18 കാലയളവിലെ കാര്യമാണ്. ഇവിടെ സാറിൻ്റെ ഒരു സാറിൻ്റെ ഫ്രണ്ട് അതിലൊരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടില്ലേ, വളരെ സിമിലർ ആയിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുടെ ഒരു കസ്റ്റമർക്ക് ഉണ്ടായി. കസ്റ്റമർ ഈ പറയണ പോലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തെന്ന് പറഞ്ഞ ആ സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ പറയാം. പുള്ളി ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ. ഇപ്പോഴാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, മക്കൾ ആ ഹോട്ടൽ ഏറ്റെടുത്ത് കാണണം. ഉടമസ്ഥനായിരുന്നു. ഭയങ്കര ഗെറ്റപ്പിൽ കയറി വരുന്ന ഒരാൾ, വലിയ ജുബയും കൈ നിറയെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് കയറി വരും. കയ്യിലും കഴുത്തേലും ഒക്കെ സ്വർണ്ണം ഇട്ടുകൊണ്ട്, മോതിരവും വളയും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരാൾ. പുള്ളി സിംഗപ്പൂരായിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചിവിടെ വന്ന് സെറ്റിൽ ചെയ്ത് ഈ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ശേഷമുള്ള നല്ല ഏജ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഉള്ള സകല സമ്പാദ്യത്തിനും എഗെയിൻസ്റ്റ്, അതായത് എത്ര ഒരു 3-4 കോടി കാണും, കോടിയാണോ അത് കൂടുതലുണ്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതോ 35-45 കോടി എന്ന് വേണേൽ പറയാം. അത്രയും. ഇപ്പം ഈ സിംഗപ്പൂർ ഡോളേഴ്സിൽ FD ഇട്ടിട്ടുണ്ട്. ആ FDക്ക് എഗെയിൻസ്റ്റ് ഒരു ഓവർ ഡ്രാഫ്റ്റും ഉണ്ട്. ഈ ഓവർ ഡ്രാഫ്റ്റ് പുള്ളി എല്ലാ പ്രാവശ്യവും റിന്യൂ ചെയ്യും. വർഷത്തിലൊരിക്കൽ റിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ചേർത്തിട്ട് ഓടി എൻഹാൻസ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ എഗെയിൻസ്റ്റ് ലോൺ ആ പൈസ എങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഇതേപോലെ എൻഹാൻസ് ചെയ്യാനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഖാന എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഈ പൈസ അയക്കുന്നത്. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഇത് വെളിയിലോട്ട് പോകുന്ന ഫണ്ടല്ലേ, നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ ഇത് ഈ ഖാന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറിന് അവിടെ എന്താണ്, അവിടെ ബിസിനസ് ഉണ്ടോ സാറിന്? അപ്പം പറഞ്ഞു, എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് അവിടെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ ഗോൾഡൻ ഹാർവെസ്റ്റ് ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏജൻസ് ഉണ്ട്, അവരവിടെ എനിക്ക് വേണ്ടി സ്ഥലം മേടിച്ചിട്ടിട്ട് കൃഷിയെല്ലാം ഇറക്കി ഗോൾഡൻ ഹാർവെസ്റ്റ് ചെയ്യും. ആ സമയത്ത് എനിക്ക് ഇത്ര $1 മില്യൺ കിട്ടും.
അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടോ സാറിന്? അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സാറിന് എന്താ ഡോക്യുമെൻ്റ് കിട്ടണേ, എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു പേപ്പർ എടുത്ത് കാണിച്ചു, ഫോണിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഇത്ര മില്യൺ US$. ദൈവമേ, ഇത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഇത് ആ ഫ്രോഡിൻ്റെ വേറൊരു ഇതായിരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടെ ഓഫീസറോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇപ്പം പറഞ്ഞു അവരയക്കണ പൈസയില്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ഇതിൻ്റെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് തരുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്നാലും സാർ ഒരാളുടെ കയ്യിൽ നിന്ന് പോണ പൈസയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രോഡ് ആണോ അല്ലയോ എന്ന് അറിയാതെ നമ്മളിത് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളും അതിൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെ ഒരു ഭാഗമാകുമല്ലേ. അപ്പം ഫോറക്സിലിരുന്ന ഓഫീസറും ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇയാളുടെ മക്കളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചു എന്തെങ്കിലും ഇത്. അപ്പം അവർക്ക് അതിനെപ്പറ്റി ആദ്യം അവർ സീരിയസ് ആയിട്ട് എടുത്തില്ല, അതിനെപ്പറ്റി അറിവുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പിന്നീട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ആ ഗോൾഡൻ ഹാർവെസ്റ്റിൻ്റെ ടൈമായി, എനിക്കിത് അവിടുന്ന് ഇത്രയും ഡോളർ വരുന്നതിൻ്റെ ഒരു മെസ്സേജ് അവരിട്ടിട്ടുണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒരു റെസീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ടി ഒരു $3,000 ഷിപ്പിങ്ങിന് വേണ്ടി അയച്ചു കൊടുക്കണം. അപ്പോഴും നമുക്ക് മനസ്സിലായത് തനി ഫ്രോഡ് തന്നെയാണ്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അത് നോക്കിയിട്ട് അയച്ചാൽ മതി, ഇത് അവർ അല്ലല്ല നിങ്ങളുടെ നോസ്ട്രോ അക്കൗണ്ടിൽ വന്ന് കിടപ്പുണ്ട്, അതിൻ്റെ തെളിവാണ്. അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ID ഒന്ന് തരാവോ സാറേ, ഞാൻ നോക്കാം വന്ന് കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ID ഒന്നും അങ്ങനെയൊന്നുമില്ല, ഇത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ്, എൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, അതിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് അവർ അയച്ചതിൻ്റെ പ്രൂഫാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പിന്നെ അതും അയച്ചു കൊടുക്കേണ്ടി വന്നു നമുക്ക്, കാരണം ഇയാൾ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കും. അത് ഇതിനോടൊപ്പം തന്നെ പുള്ളി വേറെ ഡൽഹിയിൽ ഏതൊക്കെയോ ആരൊക്കെയോ ചോദിച്ചവർക്ക്, അപ്പം ആരാന്നറിയാം. അപ്പം അപ്പോഴിത് കുറച്ചുകൂടെ ഒരു പോപ്പുലറായി. ബ്രാഞ്ചിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അയക്കണം. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംശയമില്ല, കാരണം ഇയാൾ വലിയൊരു മനുഷ്യൻ, ഭയങ്കര കോടീശ്വരൻ, ബിസിനസ്സുകാരൻ, ഒരു ബ്രാഞ്ചിൽ തന്നെ ഭയങ്കര VIP കസ്റ്റമർ, അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം എനിക്ക് അനുഭവം കിടക്കണോണ്ടാണ് ഞാൻ സംശയം ആയിട്ടിങ്ങനെ പറയാൻ തുടങ്ങിയത്. അങ്ങനെ അപ്പം ഈ ഡൽഹിയിലുള്ളവർക്ക് ഏതോ ഹിന്ദിക്കാർക്ക്, അപ്പം അവരുമായിട്ട് ഫോൺ ചെയ്യുന്നു, ഹിന്ദി സംസാരിക്കുന്നു, എത്ര രൂപ, 1,00,000 എങ്ങാണ്ട് രൂപ. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ഇതിട്ടു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ ഇത് അക്കൗണ്ട് നമ്പർ തെറ്റാന്ന് തോന്നുന്നു, ഇത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞ അന്ന് ഇത് അക്കൗണ്ട് നോക്കാൻ പറ്റത്തില്ലെന്ന്, നിങ്ങൾ അങ്ങ് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്, എൻ്റെ കയ്യിൽ പൈസ ഇരിക്കില്ല, അങ്ങ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു, സാർ ഇത് ആരോട് സംസാരിക്കണമെന്ന് സാറിന് അറിയാവോ? അതൊന്നും എനിക്കറിയില്ല, ആരോ ബിസിനസ്സിന് വേണ്ടിയാണ് പൈസ ചോദിക്കുവാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇങ്ങേർക്ക് എന്തോ മാനസിക വിഭ്രാന്തി ആയോ എന്ന് തോന്നി. അതുപോലെ എന്നിട്ട് ഒരു പ്രാവശ്യം എന്നെ വന്ന് വഴക്ക് പറഞ്ഞു, നിങ്ങൾ അന്ന് ഡിലേ വരുത്തിയെന്നും പറഞ്ഞ് അവർ എന്നെ ഭീഷണിപ്പെടുത്തുവാണ്. ഉടനെ മറ്റേ ഗാനയെന്നുള്ള അവർ അയച്ചു കിട്ടണില്ല, എനിക്ക് അവരുടെ പൈസ അത് ചെല്ലാതെ എനിക്കത് ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റുന്നില്ല, അത് ബ്ലോക്കായി കിടക്കുക, നിങ്ങൾ കാരണം എൻ്റെ പൈസ ഇത്രയും ബില്യൺ ഡോളേഴ്സ് എൻ്റെ ബ്ലോക്കായി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പക്ഷെ അങ്ങനെ പിന്നെ മാനേജർ ഈ മക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, ആൺപിള്ളേർ അവർ വന്നു, ബ്രാഞ്ച് വന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ അവർ അന്തം വിട്ടു, ഇത്രയും കോടിക്കണക്കിന് രൂപ അയച്ചു കൊടുത്തിരിക്കുകയാണ്, ഇവരിതൊന്നും അറിഞ്ഞല്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് ഇയാളെ എന്തോ ഇയാൾക്കെന്തോ സൈക്കിക് ഇഷ്യൂ ആയി എന്നോ, അതോ മക്കൾ ഇയാളെ മയക്കി കടത്തിയെന്നോ എന്തൊക്കെയോ ഇഷ്യൂസായി. പുള്ളി പിന്നെ ബ്രാഞ്ചിലോട്ട് വരാതെയായി, മക്കളത് ഏറ്റെടുത്തു, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂ ആയിരുന്നു. എന്തായിരുന്നാലും ഒരു മാർജിൻ എമൗണ്ട് കഴിച്ചിട്ട് അയാൾ സമ്പാദിച്ചതിൽ ഒരു 90%, ഒരു 10% മാർജിൻ ലോണിന് വയ്ക്കുന്നുവെങ്കിൽ ആ ബാക്കി 90%ഉം ഇയാൾ വെളിയിലോട്ട് അയച്ചു കൊടുത്തിരിക്കുകയായിരുന്നു ഇത്രയും കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പം ഇതുപോലെയുള്ള
ഒരു 35 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 90 ലക്ഷത്തിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു, ശരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എത്രയോ കോടിയുടെയാണ്, 10-40 കോടിയുടെ സ്കാമാണ് ഇവിടെ നടന്നത്. പക്ഷെ അത് പോലീസിലൊന്നും അവർക്ക് അറിയിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇത് എന്താ പറയുക, ഇന്ത്യക്ക് വെളിയിൽ പോയ പൈസയല്ലേ, അവരൊന്നും ചെയ്തതായിട്ടൊന്നും അറിയില്ല. ഞാൻ പിന്നെ ക്ലറിക്കൽ സ്റ്റാഫ് ആകുമ്പോൾ എനിക്ക് പരിമിതികളുണ്ടല്ലോ സാർ. എനിക്കൊരു ഇതിൻ്റെ പുറകെ നടക്കാൻ കാരണം ഇവരൊക്കെ വലിയ ആളുകളാണ്, നമ്മളെ ഒന്നും അവർ കേൾക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ പിന്നീട് വലിയ ഇൻട്രസ്റ്റ് എടുത്തില്ല. പക്ഷെ എന്നാലും അതിനൊരു പുറത്ത് കൊണ്ടുവരാനായിട്ട് എന്താ പറയുക, ഒരു കാരണമാകാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം.